വെൽക്കം ബാക്ക് ടു സിനി പീഡിക. അങ്ങനെ സൂര്യ ഫാൻസ് ഒന്നടങ്കം കാത്തിരുന്ന സൂര്യയുടെ ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. വിശ്വനാഥ് ആൻഡ് സൺസ് എന്നാണ് ചിത്രത്തിൻ്റെ പേര്. വെങ്കി അറ്റ്ലൂരിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. നമ്മുടെ ലക്കി ഭാസ്കർ, അതുപോലെ തന്നെ ധനുഷിൻ്റെ വാത്തി എന്ന് പറയുന്ന സിനിമകളൊക്കെ സംവിധാനം ചെയ്ത ഡയറക്ടറാണ്. ഒരു തെലുഗു ഡയറക്ടറാണ്. ഒരു തെലുഗു തമിഴ് മിക്സ് സിനിമയായിരിക്കും ഇത്. മമിത ബൈജുവാണ് ചിത്രത്തിലെ നായികയായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ജി.വി. പ്രകാശ് കുമാറാണ് ചിത്രത്തിന് മ്യൂസിക് കൈകാര്യം ചെയ്യുന്നത്. പാട്ടുകൾ ഇറങ്ങിയതൊന്നും നല്ല റിവ്യൂ വന്നിട്ടില്ല. എനിക്കും പേഴ്സണലി ഭയങ്കര നിരാശയാണ് നൽകിയത്. ഇതിൻ്റെ ഒരു ടീസറൊക്കെ ഓൾറെഡി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു ഏജ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയെ പ്രേമിക്കുന്ന ഒരു യങ് ആയിട്ടുള്ളൊരു കുട്ടിയുടെ കഥ പറയുന്ന സിനിമയായിരിക്കും ഇത്. അതിൻ്റെ അകത്ത് തന്നെ ഒരു കുഞ്ഞു വാവയും വരുന്നുണ്ട്. അതിൻ്റെയൊക്കെ സ്ഥാനം എങ്ങനെയാണ് അതൊക്കെ സംഭവിക്കുന്നതെന്നൊക്കെ ഉള്ളത് സിനിമ കാണുമ്പോഴേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ട്രെയിലർ വന്നിട്ടുണ്ട്. നമുക്ക് ട്രെയിലർ കണ്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. എൻ്റെ പേര് അഭിജിത്ത് വിശ്വനാഥ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്തതിന് ശേഷം ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. വെൽക്കം ടു സിനി പീഡിക. 2 മിനിറ്റ് 50 സെക്കൻഡുള്ള ഒരു ട്രെയിലർ, ഒരു വലിയ ട്രെയിലർ തന്നെയാണ്. എന്തായാലും നമുക്ക് കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ലെറ്റ്സ് റിയാക്ട്. വിശ്വനാഥ് ആൻഡ് സൺസ്. പപ്പാടെ പേരാണ്. ദ ബോൺ. ഐ ലൈക്ക് ദി ട്രെയിലർ ആക്ച്വലി. പ്രതീക്ഷയില്ലാതായിരുന്നു ശരിക്കും പറഞ്ഞാൽ ട്രെയിലർ കണ്ടു തുടങ്ങിയത്. കാരണം ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എത്രത്തോളം ഹിറ്റ് ചെയ്യും, അതിൽ തന്നെ ആയിരിക്കും ഇവർ സ്റ്റക്ക് ഓൺ ചെയ്യുന്നത് എന്നുള്ളതൊരു ഭയങ്കരമായിട്ടൊരു ഡൗട്ടായിരുന്നു. കാരണം ഏജ്ഡ് ആയിട്ടുള്ള പേഴ്സണെ പ്രേമിക്കുന്ന പെൺകുട്ടി എന്നുള്ളത്. പക്ഷെ അതല്ല എന്നുള്ളത് ട്രെയിലറിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു നല്ലൊരു ഫീൽ ഗുഡ് പടമായിരിക്കും. ഒരു തിയേറ്ററിൽ വിടുമ്പം നമുക്ക് മനസ്സൊക്കെ നിറഞ്ഞ് ഭയങ്കര ഹാപ്പിയായി ഇറങ്ങി വരാൻ പറ്റുന്നൊരു സിനിമയായിരിക്കും. പക്ഷെ ഒരു എന്താ പറയുക, കംപ്ലീറ്റ് ഒരു ഫീൽ ഗുഡ് പടമായി മാറില്ല. ഇതിൻ്റെ അകത്ത് കോഴ്സ് കുറേ ആക്ഷനും കാര്യങ്ങളും ഒക്കെ ഇതിൻ്റെ അകത്ത് അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഒരു തെലുങ്ക് ടച്ച് എന്തായാലും ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. അത് തെലുങ്ക് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ആ ഒരു ടച്ച് നമ്മുടെ വാരിസൊക്കെ കണ്ട ആ ഒരു സെയിം പാറ്റേൺ പരിപാടികളൊക്കെ തന്നെയായിരിക്കും. ഒരു സൈഡിൽ കൂടി ഒരു ഫാമിലി സാധനം പോകുന്നതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഫൈറ്റും പരിപാടിയും കാര്യങ്ങളൊക്കെ ഒരു ട്രാക്ക് പോകും. എന്തായാലും ഒരു പ്രോമിസിങ് ആണ്. എന്തോ ഒരു സംഭവം ഉണ്ട്. എന്തായാലും നമ്മളെ തിയേറ്ററിലിരുത്തി മനസ്സ് നിറപ്പിക്കാനുള്ള ഒരു കണ്ടന്റ് ഉള്ളതായിട്ട് ട്രെയിലർ കാണുമ്പോൾ തോന്നുന്നുണ്ട്. എന്തായാലും സൂര്യയ്ക്ക് ഈ വർഷത്തെ രണ്ടാമത്തെ വലിയൊരു ഹിറ്റായി ഈ സിനിമ മാറട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. മേ ബി സൂര്യയ്ക്ക് ഇനി ഒരു സിനിമയും കൂടി ഈ വർഷം തന്നെ റിലീസാവുന്നതാണ് ഒരു ന്യൂസ് വരുന്നത്. നമ്മുടെ ജിത്തു മാധവൻ്റെ കൂട്ടത്തിലുള്ള പടം മിക്കവാറും ഈ വർഷം തന്നെ ലാസ്റ്റത്തോടുകൂടി റിലീസാവും എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഇനിയിപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ ന്യൂസൊന്നും വന്നിട്ടില്ല. ലെറ്റ്സ് സീ. എന്തായാലും നമുക്ക് ആദ്യം ഇപ്പോൾ വിശ്വനാഥ് ആൻഡ് സൺസ് സിനിമ കാണാം. ഓഗസ്റ്റ് 14 തീയതിയാണ്. ഓഗസ്റ്റ് 15 സ്വാതന്ത്ര്യ ദിനമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സിനിമ കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം അറിയിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താല്പര്യമുള്ളവർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ പീസ് ഔട്ട്.